വളരെ പ്രധാനപ്പെട്ട ചിത്രമാണ്. ഒരിക്കലും നിങ്ങൾ ഇത് മിസ്സാക്കരുത് മക്കളെ. ശ്രദ്ധിച്ചോളൂ, ഇതുപോലത്തെ ഒരു ചിത്രം നിങ്ങൾക്ക് നാളത്തെ ചോദ്യ പേപ്പറിൽ പ്രതീക്ഷിക്കാം. ഇതുപോലെ ഏത് ചോദ്യം വന്നാലും ഇത് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത് സൈക്ലിക് അഥവാ ചക്രീയമാണെന്ന് നിങ്ങൾ സർക്കിൾസിൽ പഠിച്ചിട്ടുണ്ട് മക്കളെ. വളരെ സിമ്പിൾ ആണ്. ആകെ പഠിക്കേണ്ട ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ആംഗിൾ എ ഒ ബി എത്ര എഴുതി വെച്ചോളൂ മക്കളെ. ഈ കാണുന്ന ചിത്രത്തിൽ പുറത്തുള്ള ഈ ആംഗിളും കൂട്ടിയാലും 180 ഡിഗ്രിയാണ്. ഇമ്പോർട്ടന്റ്. ഒരിക്കലും ഈ ആംഗിളുമായിട്ട് ചെയ്യരുത് മക്കളെ. ഈ സെൻട്രലിലുള്ള ആംഗിളും ഈ പുറത്തുള്ള ആംഗിളും ഇത് രണ്ടും കൂട്ടിയാലാണ് 180. സോ ഇത് 40 ആയതുകൊണ്ട് ഈ കാണുന്ന ആംഗിൾ എത്ര ആയിരിക്കും? അത് 140 ഡിഗ്രി ആയിരിക്കും. സോ ആൻസർ ഈസ് വളരെ സിമ്പിൾ ആണ്, 140 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ മക്കളെ? ഈ കാണുന്ന എത്രയാണ്? 140 ആണ്. അതെങ്ങനെയാ കിട്ടിയത്? 180 - 40. രണ്ടാമത്തെ ചോദ്യം ആംഗിൾ സി എത്ര? അത് സർക്കിളിൽ നിന്നാണ്. കാരണം നമുക്കറിയാം സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ നേരെ പകുതി ആയിരിക്കും അവിടെ ഉണ്ടാവുക മക്കളെ. ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് എന്താണോ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തോന്നിയത്, ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് തോന്നിയത്, അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും മക്കളെ. ആംഗിൾ ഡി എത്രയാണ്? ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതും 180 ആണ്. ഇത് രണ്ടുകൂടി കൂട്ടിയാൽ സോ ആംഗിൾ ഡി എത്രയാണ്? 110 ഡിഗ്രിയാണ്. ഒരു ചിത്രം ഈ കാണുന്നതാണ്. എന്നാൽ അടുത്ത ചിത്രം നോക്കും മക്കളെ. ഈ കാണുന്ന ചിത്രം വെരി ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്കിന്റെ ചോദ്യം. ഇതേ രീതിയിലുള്ള ചിത്രം 2 രീതിയിൽ വരാറുണ്ട്. ഈ രണ്ടിൽ ഏതെങ്കിലും ചിത്രം 100% നിങ്ങളെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവും മക്കളെ. മലയാളം മീഡിയക്കാരൊന്നും പേടിക്കേണ്ട. ചോദ്യം ഇത്രേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം ആംഗിൾ ബി പി ക്യു എത്ര എന്നാണ്. വളരെ സിമ്പിൾ ആണ്. ബി പി ക്യു എന്ന് പറഞ്ഞാൽ ആംഗിൾ ആദ്യം നോക്കണം. ബി പി ക്യു ആണ്. ഈ കാണുന്ന ആംഗിൾ ആണ് മക്കളെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കോഡ് അഥവാ ഇത് അതിന്റെ ടാൻജന്റ് അഥവാ തൊടുവര. അവിടെ രണ്ടറ്റത്തുണ്ടാക്കുന്ന ആംഗിൾ സെയിം ആയിരിക്കും. ഈ 2 ആംഗിൾ സെയിം ആയിരിക്കും. ആ ആംഗിള് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന ഈ ആംഗിളിനും സെയിം ആയിരിക്കും. സോ ഇത് 50 ഡിഗ്രി ആയതുകൊണ്ട് ഈ കാണുന്ന 2 ആംഗിളും എത്ര ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഈ കാണുന്ന ആംഗിൾ എത്രയാണ്? 50 ആണ്. ഈ കാണുന്ന ആംഗിൾ എത്രയാണ്? 50 ആണ്. സോ 50 100 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? മൊത്തം 180 ആണ്. സോ ഈ കാണുന്ന ആംഗിൾ 80 ഡിഗ്രിയാണ്. അടുത്തൊരു ചോദ്യം, ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് അതർ 2 ആംഗിൾസ് ഓഫ് ദി ട്രയാംഗിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളിലെ മറ്റു 2 കോണുകൾ കണ്ടുപിടിക്കാൻ സെയിം മെത്തേഡ്. ഈ കാണുന്ന 60 എടുക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക, 2 ഭാഗത്തും 60 എഴുതുക. 60 120. സോ ഇതും 60 ആണ്. കാരണം മൊത്തം 180 ആണ്. അപ്പം ഇത് 50 കിട്ടി, സോറി ഇത് 80 കിട്ടി, ഇത് 60 കിട്ടി. 80 60 എത്ര? 140 ആണ്. സോ ഇതും എത്രയായിരിക്കും? 40 ആയിരിക്കും. കാരണം മൊത്തം 180 ആണ്. ഇനി മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ 60ഉം 50ഉം എത്രയാണ്? 110 ആണ്. അപ്പൊ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 70 ആയിരിക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക, 2 അറ്റത്തും 70 ആയിരിക്കും. 70ഉം 140 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 40 ആണ്. ഓക്കെ അല്ലേ? ഇത് 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കാറുണ്ട്. ആ കാണുന്ന ചോദ്യമാണ് ഈ കാണുന്നത്. തിരിച്ചു ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഇതിന്റെ ഉള്ളിലുള്ള 2 ആംഗിൾ ആണെങ്കിൽ ഇനി നിങ്ങൾ തന്നത് ഇതിന്റെ പുറത്തുള്ള 2 ആംഗിളാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഇത്രേ ഉള്ളൂ. ഇത് 60, ഇത് 40, 100 ഡിഗ്രി ആയി. അപ്പൊ ഈ കാണുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് സിംപ്ലി ഇത് 80 ഡിഗ്രി ആയിരിക്കും. കാരണം മൊത്തം 180. അടുത്തത് ഈ കാണുന്ന ആംഗിളും സെയിം ആണ്. നമുക്കറിയാം ഇതൊരു ട്രയാംഗിൾ ആണ്. ട്രയാംഗിൾ ആയതുകൊണ്ട് തന്നെ ഇത് മൊത്തം 180 ആണ്. സോ ഇതിന്റെ ആൻസർ എത്ര വരും? ഇത് 40, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 140, അതിന്റെ പകുതിയായിട്ടുള്ള 70 ആയിരിക്കും ഇത് വരിക. ഇത് രണ്ടും 70 ആണ്. സോ ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കുക, 70 എഴുതുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഇതാ 60 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 120 ആണ്. സോ ഇത് 60 ആണ്. സോ ഇതും 60 ആണ്. എങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ആയിരിക്കും. 60ഉം 70ഉം 130 ആണ്. സോ ഈ കാണുന്ന ആംഗിൾ 50 ആണ്. ഇനി അല്ലെങ്കിൽ ലിനിയർ പെയർ അഥവാ രേഖീയ ജോഡി വെച്ചും ചെയ്യാം. 70ഉം 60ഉം 130 ആണ്. സോ ഇത് 50 ആണ്. അങ്ങനെ പല പല വഴികളാണ്. അപ്പൊ 5 മാർക്കിന്റെ ചോദ്യം 3 സെക്കൻഡ് അല്ലെ 4 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അതെന്താണോ ഒരു കമന്റ് ആയിട്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. മക്കളെ 5 മാർക്കിന് 2022 എൻ്റെ ഒരു ഓർമ്മ പരീക്ഷ ചോദിച്ച ഒരു കിടിലം ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ചിത്രമാണ് മക്കളെ. ആരൊക്കെ ആൻസർ ചെയ്ത് നോക്കട്ടെ മക്കളെ. ഈ കാണുന്ന ആംഗിൾ 105 ഡിഗ്രിയാണ്. ചോദ്യം നോക്കുക, ആംഗിൾ എ ഡി ബി എത്ര? നേരത്തെ കണ്ട ചോദ്യമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എ ഡി ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് 105 ഡിഗ്രി ആയതുകൊണ്ട് ഇത് എത്രയായിരിക്കും? 180 - 105 ആണ്. 180 - 105 ദാറ്റ് ഈസ് 75 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ? എന്നാൽ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? എ ഒ ബി, അത് അതിന്റെ ഇരട്ടി 150 ആയിരിക്കും. നമ്മൾ പഠിച്ചു. അടുത്തൊരു ചോദ്യം ഉണ്ട്, എ പി ബി എത്ര? ഇത് 150 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. കാരണം അത് രണ്ടും കൂട്ടിയാലും എത്രയാണ്? 180 ആണ്. അടുത്തത് ആംഗിൾ എ ബി പി എത്ര? മക്കളെ ഈ കാണുന്ന ആംഗിൾ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ കാണുന്ന ആംഗിൾ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ രണ്ടും എത്രയാണ്? 75 ആണ്. ഐ റിപ്പീറ്റ് അഗൈൻ, ഇവിടെ കാണുന്ന ഈ കോഡുമായിട്ട് ഞാനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ രണ്ടും സെയിം ആയിരിക്കും ഇവിടത്തേന്. അപ്പൊ അത് എത്ര ആയിരിക്കും? 75 ആയിരിക്കും.
ഇനി ഒരു ആംഗിൾ കൂടി ഉണ്ടല്ലോ, ആംഗിൾ ABO. ഏതാണ് ആംഗിൾ ABO? അത് കാരണം നിങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട്. കാരണം ഇവിടെ 150 ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്നത് ഒരു ഐസോസ്ലസ് ട്രയാങ്കിളാ, സമപാർശ്വ ത്രികോണം. അപ്പൊ ഈ കാണുന്ന ആംഗിൾ എത്രയ്ക്കും 30 ഡിഗ്രിയാണ്. അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ 15. അല്ലെങ്കിൽ എന്താ വഴി? നിങ്ങൾക്കറിയാം OBP എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ് അല്ലെ. OBP റേഡിയസും ടാൻജന്റും 90 ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ഐഡിയ കൂടി അപ്ലൈ ചെയ്യാം. എങ്ങനെ? ഇത് 90 ആണ്, ഇവിടെയുള്ള ആംഗിൾ 75 കിട്ടി. അപ്പൊ 90 75 കുറച്ച് എത്ര കിട്ടും? 15. അങ്ങനെ അപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫുൾ മാർക്കാണ് 5 മാർക്കാണ്. സെറ്റല്ലേടാ മക്കളെ, സെറ്റല്ലേ മക്കളെ? അപ്പൊ നമ്മൾ 4 ചിത്രങ്ങൾ പഠിച്ചു. 5ാമത്തെ ചിത്രം ഈ കാണുന്നതാണ്. ഇത് 2023 എന്നാണ് എന്റെ ഒരു ഓർമ്മ. 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്, അല്ലെങ്കിൽ 4 മാർക്കിന്. മക്കളെ ആരൊക്കെ ആൻസർ ചെയ്ത് നോക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം ആംഗിൾ OBT എത്ര? റേഡിയസും ടാൻജന്റും 90 ആണ്. ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചിത്രങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഐഡിയ തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. രണ്ടത് OBA എന്ന് പറഞ്ഞാൽ ഇത് 70 ആയതുകൊണ്ട് ഇത് 20 ആണ്, കാരണം മൊത്തം 90 ആണ്. അടുത്തത് AOB. മക്കളെ AOB കണ്ടുപിടിക്കാൻ ഒരു കിടിലൻ ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം ഇത് 70 ആണ്, ഈ കാണുന്നത് 70 ആണ്. ഞാൻ അതല്ലാതെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന സാധനം, ഇതിന്റെ ഇരട്ടിയാണല്ലോ ഇവിടെ വരാം. ഇതും സെയിം ആയതുകൊണ്ട് ഇവിടെ ഉള്ളതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. 70ന്റെ ഇരട്ടി എത്രയാണ്? 140 ആണ്. അടുത്ത ആംഗിൾ APB, അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, 70 ആണ്. അപ്പൊ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരോടും ഇന്നത്തെ മെഗാ മാരത്തോണിലേക്ക് വരാൻ പറയുക. അപ്പൊ കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.